കുട്ടികളുടെ അവകാശ സംരക്ഷണം ലക്ഷ്യമാക്കി 1989 ഐക്യരാഷ്ട്ര സംഘടന അംഗീകരിച്ച അന്താരാഷ്ട്ര കരാർ ഏതാണ്? എ. UNCRC, ബി. യുണിസെഫ്, സി. യുനെസ്കോ. ആൻസർ എ. UNCRC. UNCRC, യുണൈറ്റഡ് നേഷൻസ് കൺവെൻഷൻ ഓൺ റൈറ്റ്സ് ഓഫ് ചൈൽഡ്. യുണിസെഫ്, യുണൈറ്റഡ് നേഷൻസ് ഇന്റർനാഷണൽ ചിൽഡ്രൻസ് എമർജൻസി ഫണ്ട്. യുനെസ്കോ, യുണൈറ്റഡ് നേഷൻസ് എഡ്യൂക്കേഷണൽ, സയൻറ്റിഫിക് ആൻഡ് കൾച്ചറൽ ഓർഗനൈസേഷൻ. 1990 നിലവിൽ വന്ന UNCRC കരാറിൽ ഇന്ത്യ ഒപ്പുവച്ചത് എന്നാണ്? എ. 1990 നവംബർ 1, ബി. 1991 സെപ്റ്റംബർ 5, സി. 1992 ഡിസംബർ 11. ആൻസർ സി. 1992 ഡിസംബർ 11. 1986 ബാലവേല നിരോധന നിയമം ഇന്ത്യൻ പാർലമെൻറ്റ് പാസാക്കുമ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരായിരുന്നു? എ. മൊറാർജി ദേശായി, ബി. ഇന്ദിരാഗാന്ധി, സി. രാജീവ് ഗാന്ധി. ആൻസർ സി. രാജീവ് ഗാന്ധി. ബാലവേല നിരോധനത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ്? എ. വകുപ്പ് 20, ബി. വകുപ്പ് 21, സി. വകുപ്പ് 24. ആൻസർ സി. വകുപ്പ് 24. ബാലവേല നിരോധന നിയമപ്രകാരം എത്ര വയസ്സിന് താഴെയുള്ളവരെയാണ് കുട്ടികളായി പരിഗണിക്കുന്നത്? എ. 14 വയസ്സ്, ബി. 17 വയസ്സ്, സി. 18 വയസ്സ്. ആൻസർ എ. 14 വയസ്സ്. എത്ര വയസ്സിന് താഴെയുള്ളവരെയാണ് കുട്ടിയായി പരിഗണിച്ച് അവരുടെ സംരക്ഷണത്തിനായി ബാലാവകാശ കമ്മീഷൻ നിലകൊള്ളുന്നത്? എ. 14 വയസ്സ്, ബി. 15 വയസ്സ്, സി. 18 വയസ്സ്. ആൻസർ സി. 18 വയസ്സ്. ബാലവേല നിരോധന നിയമം രൂപീകരിക്കുന്നതിന് നിർദ്ദേശം നൽകിയ കമ്മിറ്റി ഏതാണ്? എ. ഗുരുപാദ സ്വാമി കമ്മിറ്റി, ബി. മോഹിനിഗിരി കമ്മിറ്റി, സി. ആചാര്യ നരേന്ദ്രദേവ കമ്മിറ്റി. ആൻസർ എ. ഗുരുപാദ സ്വാമി കമ്മിറ്റി. 6 വയസ്സിനും 14 വയസ്സിനും ഇടയ്ക്കുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം അനുശാസിക്കുന്ന വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്നത് എന്നാണ്? എ. 2009, ബി. 2010, സി. 2012. ആൻസർ ബി. 2010. 6 വയസ്സിനും 14 വയസ്സിനും ഇടയ്ക്കുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതമായ വിദ്യാഭ്യാസം മൗലിക അവകാശമാക്കിയ വകുപ്പ് 21A-യും ഭരണഘടനാ ഭേദഗതി 2002-ലെ 86ാമത് ഭേദഗതിയുമാണ്. തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ 1. ദേശീയ ബാലാവകാശ കമ്മീഷനെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. 2. ദേശീയ ബാലാവകാശ കമ്മീഷൻ റിപ്പോർട്ട് നൽകേണ്ടത് കേന്ദ്ര ഗവൺമെൻറ്റിനാണ്. എ. 1 ശരി 2 തെറ്റ്, ബി. 1 തെറ്റ് 2 ശരി, സി. 1ഉം 2ഉം ശരി. ആൻസർ ബി. പ്രസ്താവന 1 തെറ്റ് 2 ശരി. ദേശീയ ബാലാവകാശ കമ്മീഷനെ നിയമിക്കുന്നത് കേന്ദ്ര ഗവൺമെൻറ്റാണ്. തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ 1. ദേശീയ ബാലാവകാശ കമ്മീഷൻ അധ്യക്ഷൻ്റെ കാലാവധി 3 വർഷം അല്ലെങ്കിൽ 65 വയസ്സ് വരെയാണ്. 2. ദേശീയ ബാലാവകാശ കമ്മീഷൻ അംഗങ്ങളുടെ കാലാവധി 3 വർഷം അല്ലെങ്കിൽ 60 വയസ്സ് വരെയാണ്. ഓപ്ഷൻസ്: എ. 1 ശരി 2 തെറ്റ്, ബി. 1 തെറ്റ് 2 ശരി, സി. 1ഉം 2ഉം ശരി. ആൻസർ സി. 1ഉം 2ഉം ശരിയായ പ്രസ്താവനകളാണ്. ദേശീയ ബാലാവകാശ കമ്മീഷൻ്റെ ആദ്യ അധ്യക്ഷനാരാണ്? എ. ശാന്ത സിൻഹ, ബി. പൂർണിമ അദ്വാനി, സി. ഗിരിജ വ്യാസ്. ആൻസർ എ. ശാന്ത സിൻഹ. ഈ 4 മിനിറ്റ് വീഡിയോയ്ക്ക് പിന്നിലെ മണിക്കൂറുകൾ മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.